ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റേസ് ബസിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക് കാർഡിനെ കുറിച്ചാണ്. ഗ്രാഫിക് കാർഡ് എന്താണെന്ന് അറിയാം. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അറിയപ്പെടുന്ന ഗ്രാഫിക് കാർഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ബി ശിവരാമനാണ്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി ശിവരാമനാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ചെയർമാൻ ആരാണ്? ബി ശിവരാമനാണ്. ഓക്കെ, അതുകൊണ്ട് ഈ കമ്മിറ്റി അറിയപ്പെടുന്നു ബി ശിവരാമൻ കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫിക് കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ RBI ആണ്. കാരണം RBI ആണ് ഇപ്പോൾ നബാർഡ് വരുന്നതിന് മുമ്പ് ഈ നബാർഡിന്റെ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി ഇതും കൂടെ താങ്ങാൻ വയ്യ. ഇപ്പോൾ നിലവിൽ ഒരുപാട് ജോലിയുണ്ട്, മനസ്സിലായോ? ഓക്കെ, ഒരുപാട് ജോലികൾ ആര് ചെയ്യുന്നുണ്ട്? RBI ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്, റെഗുലേറ്ററി ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വരുന്ന ധാരാളം തരത്തിലുള്ള സബ് ഫംഗ്ഷൻസ്. ഓക്കെ, ബാങ്കർ ടു ഗവൺമെന്റ്, ബാങ്കേഴ്സ് ബാങ്ക്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അതേപോലെ എന്താണ് കറൻസി ഇഷ്യൂ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അങ്ങനെയുള്ള ധാരാളം ഫംഗ്ഷൻസ്, മോണിറ്ററി പോളിസി ഇഷ്യൂ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന ആരാണ്? RBI ആണ്. ഇതിനോടൊപ്പം ഇനി നബാർഡും കൂടെ ചെയ്യുന്ന ഫംഗ്ഷനും കൂടെ ഏറ്റെടുക്കാൻ വയ്യ. ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇനി അത് താങ്ങാൻ വയ്യ എന്നുള്ള നിലയിൽ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അതിനുവേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നു? RBI അപ്പോയിന്റ് ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് ഗ്രാഫിക് കാർഡ്. ആ കമ്മിറ്റിയെ ചെയർ ചെയ്താരാണ്? ബി ശിവരാമനാണ്. ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്താരാണ്? RBI ആണ്. എന്നാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? 1979 മാർച്ച് 30 ഈ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നതാണ്. 1979 മാർച്ച് 30 RBI ഈ ബി ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഈ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ജനുവരി 30, 1981 എന്നാണ്. ജനുവരി 30, 1981 ഗ്രാഫിക് കാർഡിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിലാണ് നബാർഡിന്റെ ഫോർമേഷനെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാ പറഞ്ഞത്? RBIയെ നമ്മുടെ ഗ്രാഫിക് കാർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് മാർച്ച് 30, 1979 ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് 1981 ജനുവരി 30. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്? അപ്പോൾ ചെയർമാൻ ആരാണ്? ബി ശിവരാമനാണ്. ചെയർമാനെയും കൂടെ ചേർത്തിട്ട് മൊത്തം 5 മെമ്പേഴ്സ് ആണുള്ളത്. അപ്പം ബാക്കി 4 മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ നോക്കാം. VKRV റാവു, അതേപോലെ M രാമകൃഷ്ണ അയ്യർ, അതേപോലെ MR ഷറൂഫ്, HS ശിവഗാമി. കേട്ടോ, HS ആണ്, HS ശിവഗാമി. ഇവരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? VKRV റാവു, M രാമകൃഷ്ണ അയ്യർ, MR ഷാറൂഫ്, HS ശിവഗാമി ആർ ദ മെമ്പേഴ്സ്. ഇതിനകത്ത് HS ശിവഗാമിയാണ് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആരാണ്? HS ശിവഗാമിയാണ്. ഓക്കെ ആണല്ലോ. ഇനി ആർ ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മിറ്റി. ഈ 4 പേരാണ് ഈ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? VKRV റാവു, അതേപോലെ M രാമകൃഷ്ണ അയ്യർ. ഈ M രാമകൃഷ്ണ അയ്യർ ആണ് പിന്നീട് ഇതിന്റെ ഫസ്റ്റ് ചെയർമാനായിട്ട് മാറിയത്. പിന്നെ ആരാണ്? MR ഷറൂഫ്, HS ശിവഗാമി. ഈ 4 മെമ്പേഴ്സ് പ്ലസ് ഇതിന്റെ ചെയർമാൻ ബി ശിവരാമൻ. ഇങ്ങനെ 5 അംഗ കമ്മിറ്റിയാണ് ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ HS ശിവഗാമിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത്. ഇനി നോക്കാം എന്തൊക്കെയാണ് ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ മറ്റ് ശുപാർശകൾ. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് നബാർഡ്. നബാർഡിന്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തു. ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ആണ്. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? DICGC. ഇതിന്റെ ഇൻഷുറൻസ് കവർ കോപ്പറേറ്റീവ്സിനും പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിനും ഇതിന്റെ ഇൻഷുറൻസ് കവർ ബാധകമാക്കണം എന്ന് പറഞ്ഞ ശുപാർശ കൊടുത്ത കമ്മിറ്റിയാണെന്ന് പറയുന്നത് ഈ ഗ്രാഫിക് കാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയാം DICGCയുടെ ഇൻഷുറൻസ് കവർ ഇപ്പം നമുക്ക് എന്ത് കിട്ടുന്നില്ല? കോപ്പറേറ്റീവ് ബാങ്കുകൾക്കില്ല. മനസ്സിലായോ? ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് മാത്രമാണ് DICGCന്റെ ഇൻഷുറൻസ് കവർ വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ ആർക്ക് കിട്ടുന്നില്ല? കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, നമ്മുടെ പാക്സിന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കോപ്പറേറ്റീവ് മേഖലക്കും കൂടെ ഈ പറഞ്ഞ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ ഇൻഷുറൻസ് കവർ ബാധകമാക്കണമെന്നും പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ ആര് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ശിവരാമൻ കമ്മിറ്റി അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡ് കമ്മിറ്റി റെക്കമെൻഡേഷൻ ശുപാർശ സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി DICGCനെ കുറിച്ചാണ്. DICGC എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. 1978 ജൂലൈ 15 എന്ത് വരുന്നത്? ഈ പറഞ്ഞ DICGC നിലവിൽ വരുന്നത്. ആസ്പർ ഇതിന് ഒരു ആക്ട് ഉണ്ടായിരുന്നു. നമ്മുടെ DICGC വരുന്നതിന് മുമ്പ് നോക്കെ DICGC. ഓക്കെ, ഇതിനെ രണ്ടായിട്ട് തരംതിരിച്ചിരുന്നു. DIC പിന്നെ CGC. എന്താണ്? DIC എന്നും പിന്നെ CGC എന്നും.
ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും അതേപോലെ CGC ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അങ്ങനെ രണ്ട് തരത്തിലുള്ള സ്ഥാപനങ്ങളായിരുന്നു ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ വരുന്നതിന് മുമ്പുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നിലവിൽ വരുന്നത് ആസ് പെർ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ്. അത് 1961 പാസ് ചെയ്യുന്നത്. ഓക്കെ, 1961 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആക്ട് പാസ് ചെയ്യുന്നത്. ഇത് പ്രകാരമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ 1962 നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ വരുന്നത്. പിന്നെ വരുന്ന 1971 ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാണ്. 1971 ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഓക്കെ, അങ്ങനെ രണ്ട് സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. എന്നൊക്കെയായിട്ട് 1961 ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വരുന്നു. എന്നിട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്നാണ് വരുന്നത് 1971. ഇനി ഈ രണ്ട് സ്ഥാപനങ്ങളുടെ മെർജ് ചെയ്ത് എന്നാണ് 1978 ജൂലൈ 15 ഈ രണ്ട് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനോടെ മെർജ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? DICGC ആയിട്ട് മാറുന്നു. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ആയിട്ട് മാറുന്നു. ഇവരിപ്പോൾ നിലവിൽ എത്ര രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? 5 ലക്ഷം വരെയുള്ള നിക്ഷേപത്തിനാണ്, 5 ലാക്ക് വരെയുള്ള നിക്ഷേപത്തിനാണ് എന്ത് കൊടുക്കുന്നത്? ഇൻഷുറൻസ് കവർ ബാധകമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഈ ഗ്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു റീഓർഗനൈസേഷൻ ഓഫ് RRBs ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളുടെ എന്താണ് പുനർസംഘാടനം അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ. അപ്പോൾ RRBസിനെ റീഓർഗനൈസ് ചെയ്യുന്ന പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ കൂടി ആര് സമർപ്പിച്ചിട്ടുണ്ട്? ഈ പറഞ്ഞ നമ്മുടെ എന്താണ് ഗ്രാഫിക് കാർഡ് കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ മറ്റൊരെണ്ണമായിരുന്നു എൻകറേജ് ദ ഫംഗ്ഷൻസ് ഓഫ് AFC. മറ്റൊരു റെക്കമെൻഡേഷൻ എന്താണ്? എൻകറേജ് ദ ഫംഗ്ഷൻസ് ഓഫ് AFC. AFC എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. 1968 ഒരു ഡീംഡ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് AFC നിലവിൽ വന്നത്. ഈ AFCയുടെ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യുക, അതായത് പ്രോത്സാഹിപ്പിക്കുക എന്നും പറഞ്ഞിട്ടൊരു റെക്കമെൻഡേഷനും കൂടെ ആര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്? ഈ ഗ്രാഫിക് കാർഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റെക്കമെൻഡേഷൻ. ഇനി ഒരു റെക്കമെൻഡേഷൻ കൂടെ ഉണ്ട്. എന്താണ്? റെക്കമെൻഡഡ് ടു ഡിസ്ബേഴ്സ് ലോൺസ് ലൈക്ക് ST, MT, LT, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോണുകൾ ഒരു സിംഗിൾ വിൻഡോ വഴി കൊടുക്കുക, ഏകജാലകം വഴി കൊടുക്കുക. നമുക്കറിയാം ഇപ്പം കോപ്പറേറ്റീവ് സെക്ടറിലാണെങ്കിൽ ഷോർട്ട് ടൈമും മീഡിയം ടൈമും ഒരു സംവിധാനം വഴിയും അതേപോലെ ലോങ് ടൈം മറ്റൊരു സംവിധാനം വഴിയാണ് കൊടുക്കുന്നത്. ഈ 3 ടൈപ്പ് ലോണുകളും ഒറ്റ സംവിധാനം വഴി, അതായത് ഒരു ഏകജാലകം വഴി പ്രൊവൈഡ് ചെയ്യുക, സിംഗിൾ വിൻഡോ പ്രകാരം കൊടുക്കുക എന്നുള്ളതാണ് ആര് റെക്കമെൻഡ് ചെയ്ത മറ്റൊരു റെക്കമെൻഡേഷൻ, ഗ്രാഫിക് കാർഡ് മുന്നോട്ട് വെച്ച മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റെക്കമെൻഡേഷൻസ് ഗ്രാഫിക് കാർഡിൻ്റെ റെക്കമെൻഡേഷനകത്ത് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പോയിട്ട് നോക്കാം. E-Shakti is a pilot project of NABARD for digitalization of self-help group SHGs. This project launched on 15th March 2015. എന്ന് പറയുമ്പോൾ 2015 മാർച്ച് 15 നബാർഡ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് E-Shakti എന്ന് പറയുന്നത്. എന്താണ് E-Shakti എന്ന് പറയുന്നത്? ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്. എന്താണ് പൈലറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ? പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു E-Shakti എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് 15 മാർച്ച് 2015 എന്താണ് അതിൻ്റെ പർപ്പസ്? ഫോർ ഡിജിറ്റലൈസേഷൻ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. എന്താണ്? SHGകളെ, അതായത് നബാർഡ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ SHG എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്, NGO ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് പ്രകാരം SHGയെ, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അവരെ പ്രൊഫഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി, സാങ്കേതിക വിദ്യകളുടെ ആ ഒരു വെളിച്ചത്തേക്ക് അതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ നബാർഡ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് E-Shakti പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയിരുന്നു, പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഇത് വന്നതെന്നാണ്, ലോഞ്ച് ചെയ്തതെന്നാണ് മാർച്ച് 15, 2015 ബൈ നബാർഡാണ്. അപ്പോൾ E-Shakti ആരുടെ പ്രോജക്റ്റ് ആണെന്ന് വെച്ചാൽ നബാർഡിൻ്റെ ആണ്. എന്താണ്? ഫോർ ഡിജിറ്റലൈസേഷൻ ഓഫ് SHG ആണ്. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ നബാർഡ് ഇൻ ദ ഓൺ എന്നാണ് 15th March 2015 എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നബാർഡ് എന്ത് ചെയ്യുന്നു? നബാർഡ് റീഫിനാൻസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ഫിനാൻസ് റൂറൽ സെക്ടർ. നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് റീഫിനാൻസ് ഫെസിലിറ്റി കൊടുക്കുന്ന ആരാണ്? നബാർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെന്താ പറഞ്ഞത്? കോർഡിനേറ്റ് ദ റൂറൽ ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ വായ്പാ സ്ഥാപനങ്ങളെയും എന്ത് ചെയ്യുന്നു? എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു, ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ആരാണ്? നബാർഡാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ടു പ്രൊമോട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. നബാർഡ് ആരെ പ്രൊമോട്ട് ചെയ്യുന്നു? SHGയെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? SS കൈല കമ്മിറ്റിയാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഫാദർ ഓഫ് SHG എന്ന് പറയുന്ന ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ആരാണ്? മുഹമ്മദ് യൂനുസ്
യൂനുസ് ആണ് എന്തെന്ന് പറയുന്നത് SHGയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതേപോലെ അദ്ദേഹം ഒരു ബംഗ്ലാദേശുകാരനാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറഞ്ഞാൽ. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ ഫൗണ്ടർ ആരാന്ന് വെച്ചാലും ആരാണ്? ഈ പറഞ്ഞ മുഹമ്മദ് യൂനുസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പ്രകാരം SHGയെ പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ്? ഈ SS കൈലയുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം SHGയെ നമ്മുടെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ ആരാണ്? നബാർഡാണ്. ഓക്കെ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഗ്രാമീണ മേഖലയിലൊക്കെയാണ് ഈ ഒരു സംരംഭത്തിന്റെ ആവശ്യകത വരുന്നത് കൂടുതലായിട്ടും. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യുന്നു? SHGയെ പ്രൊമോട്ട് ചെയ്യുന്നു ആര്? നബാർഡ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? നബാർഡ് ഹാസ് എ മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി. നബാർഡിന് എന്തുകൊണ്ട്? ഒരു മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി ഉണ്ട്. അതായത് മൈക്രോ ഫിനാൻസുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആർക്കുണ്ട്? നബാർഡിനുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. മൈക്രോ ഫിനാൻസ് എന്താണെന്നറിയാലോ? ചെറുകിട വായ്പകൾ കൊടുക്കുക എന്നുള്ളതാണ് മൈക്രോ ഫിനാൻസ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നബാർഡിന് എന്തുകൊണ്ട്? മൈക്രോ ഫിനാൻസ് റെഗുലേറ്ററി ഏജൻസി ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. എന്ന് പറയുമ്പോൾ മൈക്രോ ഫിനാൻസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും, പല പല സ്ഥാപനങ്ങളുണ്ട് മൈക്രോ ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി ആർക്കുണ്ട്? നബാർഡിനുണ്ട്. ഓക്കെ. പിന്നെ പറയുന്നത് നബാർഡ് പ്രൊമോട്ട് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ്. നബാർഡ് എന്ത് ചെയ്യുന്നു? ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഈ ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു? ഒന്നിച്ചു ചേരുന്നു. അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. എന്നിട്ട് ആ ലോൺ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഈ പറഞ്ഞ ആ ലോൺ ഒരാൾക്കായിരിക്കും കൊടുക്കുക, ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും എടുക്കുന്നത്. എന്നിട്ട് ഇയാൾ ഇത് തിരിച്ചടച്ചില്ല എങ്കിൽ എല്ലാവരും ആ വായ്പയ്ക്ക് ബാധ്യസ്ഥരായിട്ട് മാറും. എല്ലാവരും ആ വായ്പയ്ക്ക് എന്തുണ്ടാവും? അവർക്ക് ബാധ്യത ഉണ്ടാകുമെന്ന്. അതാണ് ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ്, ജോയിന്റ് ആയിട്ടുള്ള ലൈബിലിറ്റി. ഓക്കെ. ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് എത്ര മെമ്പേഴ്സ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 4 മുതൽ 10 മെമ്പേഴ്സ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ജോയിന്റ് ലൈബിലിറ്റി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. എന്നാൽ SHGയിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത്? എത്രയാണ്? 10 തൊട്ട് 15 മെമ്പേഴ്സ് വരെയാണ് എവിടെ ഉണ്ടായിരിക്കുക? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരിക്കുക. ഇത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ഇനി അടുത്ത എന്താ പറയുന്നത്? നബാർഡ് ഇഷ്യൂസ് 3 types of ക്രെഡിറ്റ് കാർഡ്സ്. നബാർഡ് എന്ത് ചെയ്യുന്നു? 3 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഒന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡ്, രണ്ടെന്ന് പറയുന്ന സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ്, പിന്നെ മൂന്നാമത്തെ ഒരു ഇൻഷുറൻസ് കാർഡാണ് രാഷ്ട്രീയ കൃഷി ബീമാ യോജന എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ നമ്മുടെ നബാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ്, KCC എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല ക്രെഡിറ്റ് കാർഡിന്. ഓക്കെ. അപ്പോൾ ഡെബിറ്റ് കാർഡിലാണ് അക്കൗണ്ടുമായിട്ട് കണക്ഷൻ ഉള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ലോകത്തിൽ കൊണ്ടുവരുന്ന ആരാന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ USA അതേപോലെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജപ്പാന്റെ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ആരംഭിക്കുന്ന ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്ന ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാ നിലവിൽ വരുന്നത്? 1911 ഇന്ത്യയുടെ ട്രൂലി സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് കാർഡാണ് എന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കർഷകർക്ക് വായ്പ കൊടുക്കുന്ന ഒരു കാർഡാണെന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നബാർഡ്. നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് എന്നാണ് ലോഞ്ച് ചെയ്തത്? 1998 നബാർഡ് ഈ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നത്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ് റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്ന കമ്മിറ്റിയാണ് RV ഗുപ്ത കമ്മിറ്റി. ആരാണ്? RV ഗുപ്ത കമ്മിറ്റി. അപ്പോൾ RV ഗുപ്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1998 നബാർഡ് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്ത് ചെയ്തത്? കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പ്രകാരം എന്ത് ചെയ്യുന്നു? കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് എന്ത് ചെയ്യുന്നു? വിതരണം ചെയ്യുന്നു. ഇത് പ്രകാരം അവർക്ക് എന്ത് കൊടുക്കുന്നു? ഇവർക്ക് വായ്പ കൊടുക്കുന്നു. ഇതൊരു മൾട്ടിപ്പിൾ റിക്വയർമെന്റ് കാർഡാണ്. അതായത് പ്രൊഡക്ഷനും അതേപോലെ കൺസംഷനും ഒരേപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാർഡാണെന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ്. അതായത് മൾട്ടിപ്പിൾ റിക്വസിറ്റ്സ് കാർഡാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കേ. ദി സ്കീം വാസ് സ്റ്റാർട്ടഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ആൻഡ് നബാർഡ്. അതായത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് നബാർഡ് കൊണ്ടുവരുന്ന പദ്ധതികളെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുള്ള പദ്ധതി. ആ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണെന്ന് പറയുന്നത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് വെച്ചാൽ ആരാണ്? നബാർഡാണ്. ഓക്കെ. നബാർഡാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തുടങ്ങിയത് ആരാന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നബാർഡ് കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതികളാണ് ആര് ഏറ്റെടുത്ത് നടത്തുന്നത്? നമ്മുടെ നബാർഡ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ RBI ആയാലും നമ്മുടെ നബാർഡൊക്കെ ആണെങ്കിലും ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നു ഇൻ കൺസൾട്ടേഷൻ വിത്ത് RBI ആൻഡ് നബാർഡ്. നബാർഡുമായിട്ടും RBI ആയിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ KCC എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ്. മനസ്സിലായോ?
അത് നടപ്പിലാക്കുന്ന ആരാണ്? അത് നമ്മുടെ നബാർഡാണ്. ആര് വഴിയാണ് നടപ്പിലാക്കുന്നത്? കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇംപ്ലിമെന്റഡ് ത്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അതേപോലെ RRB റീജിയണൽ റൂറൽ ബാങ്ക് ഇവരൊക്കെ വഴിയാണ് ഈ ഒരു സ്കീം നടപ്പിലാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 5 വർഷമായിരുന്നു. ഇതിനു മുമ്പ് 2003 വരെയൊക്കെ 2004 ഇതിന്റെ ആദ്യത്തെ റിവിഷൻ വരുന്നത്. ഓക്കെ, ഈ ഒരു സ്കീമിനെ ആദ്യമായിട്ട് റിവൈസ് ചെയ്യുന്നത് 2004 അതിന് മുമ്പ് വരെ ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമായിരുന്നു. ഓക്കെ, പിന്നീട് ഇതിന്റെ കാലാവധി എത്ര വർഷമായിട്ട് കൂട്ടി 5 വർഷമായിട്ട് ദീർഘിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 5 years ആണ്. ഈ കാർഡിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ആൻഡ് സബ്ജക്റ്റീവ് ടു ആനുവൽ റിവ്യൂ. ഇത് എന്തിനു ബാധകമാണ്? ആനുവൽ റിവ്യൂവിന് ബാധകമാണ്. വർഷാവർഷങ്ങളിൽ പരിശോധന ഉണ്ടാവും. അതായത് KCC കൊടുത്തിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ യൂസ് ചെയ്യുന്നത്, അതായത് ഇതിന്റെ ആനുവൽ റിവ്യൂ വരും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ ആനുവൽ റിവ്യൂ ബാധകമാക്കിക്കൊണ്ട് ഈ കാർഡിന്റെ പരമാവധി കാലാവധി എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്? 5 വർഷമാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഈ കാർഡ് 2 തരത്തിലുള്ള ആവശ്യങ്ങൾക്കും യൂസ് ചെയ്യാം. പ്രൊഡക്ഷൻ ക്രെഡിറ്റിനും കൺസംഷൻ ക്രെഡിറ്റിനും യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദ KCC സ്കീം വാസ് ഫർദർ റിവൈസ് 2012 ബൈ എ വർക്കിംഗ് ഗ്രൂപ്പ്. അത് ആരാൽ? ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ TM ബാസിന്റെ ചെയർമാൻഷിപ്പിലുള്ള ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് 2012 ഈ KCCയെ പിന്നെയും റിവൈസ് ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? വിത്ത് എ വ്യൂ ടു സിംപ്ലിഫൈ ദ സ്കീം. ഈ സ്കീമിനെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് എന്ത് ചെയ്യുകയാണ്? കടുകട്ടി നിയന്ത്രണങ്ങളും വലിയ പ്രൊസീജിയേഴ്സൊക്കെ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി വേണ്ടിയാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പായിട്ടുള്ള 2012 വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻഷിപ്പ് ആരുടെ ചെയർമാൻഷിപ്പിലാണ്? TM ബാസിന്റെ ചെയർമാൻഷിപ്പിലുള്ള വർക്കിംഗ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട് ഇതിനെ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കാർഡിന്റെ പ്രൊസീജിയേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യണം. കാർഡ് കിട്ടുന്നതിന്റെ നടപടിക്രമങ്ങളെ ഒന്ന് ലഘൂകരിക്കണം. ആൻഡ് ഫെസിലിറ്റേറ്റ് ഇഷ്യൂ ഇലക്ട്രോണിക് KCC. അതായത് ഇലക്ട്രോണിക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും ആ പ്രൊസീജിയേഴ്സിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് 2004 ശേഷം 2012 ഒരു വർക്കിംഗ് ഗ്രൂപ്പിനെ വെച്ചുകൊണ്ട്, വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആരാണ്? ശ്രീ TM ബാസിൻ. അതിനെ വെച്ചുകൊണ്ട് എന്താണ് KCC സ്കീമിനെ എന്ത് ചെയ്യാണ്? പിന്നീട് വീണ്ടും 2012 റിവൈസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം. KCC ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, അതേപോലെ RRBs, അതേപോലെ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ സ്മോൾ ഫിനാൻസിങ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്, RRB, അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇവർ വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? KCCയെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, KCC നടപ്പിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാർഡ് നമുക്ക് ഈ ബാങ്കുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ്. കർഷകനാവണം കേട്ടോ. ഇനി അടുത്തത് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡാണ്. സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ്? നമ്മുടെ നബാർഡിൻ്റെ മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ്. ഇത് 2003 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു ഡിക്ലറേഷൻ കൊണ്ടുവന്നുകൊണ്ട്, ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2003 നബാർഡ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്? 2003. ഓക്കെ, ഇനി അടുത്തത് ഈ സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് സ്കീം PCRDBയിൽ നമ്മുടെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നടപ്പിലാക്കുന്നത് 2004. അപ്പോൾ നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2003. ഇത് PCRDBയിൽ നടപ്പിലാക്കുന്നത് 2004. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ചു വന്ന നമ്മുടെ KCC എന്ന് പറഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇത് നബാർഡ് കൊണ്ടത് 1998 പറഞ്ഞില്ലേ? 98 പറഞ്ഞു. ഇത് PCRDBയിൽ നടപ്പിലാക്കുന്ന എന്നാണ്? 2005. 2005. ഇതൊന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് നബാർഡ് കൊണ്ടുവന്ന 2003. PCRDBയിൽ നടപ്പിലാക്കുന്ന 2004. അതേപോലെ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് നബാർഡ് കൊണ്ടുവന്നത് 1998. ഇത് PCRDBയിൽ നടപ്പിലാക്കുന്ന 2005. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ദിസ് ക്രെഡിറ്റ് കാർഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ സ്മോൾ ആർട്ടിസൻസ്. കൃഷിക്കാർക്കല്ല വായ്പ കിട്ടുന്നത്. പിന്നെയോ അതായത് സ്മോൾ ആർട്ടിസൻസ്, അതേപോലെ ഹാൻഡ്ലൂം വീവേഴ്സ്, ഹാൻഡ്ലൂം വീവേഴ്സ് ആൻഡ് അതർ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ലൈക്ക് SHGക്കും, അതേപോലെ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസ്, അതേപോലെ ഹാൻഡ്ലൂം വീവേഴ്സ്, സ്മോൾ ആർട്ടിസൻസ് ഇവർക്കൊക്കെ വായ്പ ലഭ്യമാക്കുക, ഇവരുടെയൊക്കെ വായ്പ ആവശ്യത്തെ പരിഗണിക്കുക. ഇതിനുവേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു കാർഡാണ് സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. 2003 നബാർഡ് ഈ പദ്ധതി കൊണ്ടുവന്നത്. 2004 ഇത് PCRDBയിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത പറയുന്നത് എന്താണ്? ഈ കാർഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരൊക്കെ വഴിയാണ്? നമ്മൾ സ്വരോസ്കർ ക്രെഡിറ്റ് കാർഡ് ആരൊക്കെ വഴിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ KCC കാർഡ് നമുക്ക് എവിടെ പോയാലാണ് കിട്ടുക? ഏതൊക്കെ ബാങ്ക് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വെച്ചാൽ ഇംപ്ലിമെന്റഡ് ബൈ ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിലും ഈ പദ്ധതി ഉണ്ട്. മനസ്സിലായോ? അവിടെ പോയാൽ നമുക്ക് ഈ കാർഡ് കിട്ടും. കൃഷിക്കാരനല്ല ആർട്ടിസാൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ ഹാൻഡ്ലൂം വീവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ
ആയിരുന്നാലും ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഈ വായ്പ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക, ഈ കാർഡ് കിട്ടുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ RRBs റീജിയണൽ റൂറൽ ബാങ്കിൽ ഈ പദ്ധതി ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വഴി നടപ്പിലാക്കുന്നു. ഓക്കെ, അടുത്തത് DCCBs. ഓക്കെ, DCCB എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ളതാണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ചാണ് പാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. പിന്നെ SCRDB എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. പിന്നെ PCRDB പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ആൻഡ് ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് വഴിയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാർഡ് നടപ്പിലാക്കി, ഈ ഒരു സിസ്റ്റം നടപ്പിലാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇവിടെ DCB എന്നാണ്, DCB എന്നാണ് കേട്ടോ, DCCB എന്നായി ഇപ്പോൾ DCB. ഇനി മൂന്നാമത്തെ ഒരു കാർഡാണ് എന്തെന്ന് പറയുന്നത്, രാഷ്ട്രീയ കൃഷി ബീമാ യോജന. ഓക്കെ, അപ്പോൾ എന്താണ് രാഷ്ട്രീയ കൃഷി ബീമാ യോജന? നമ്മൾ കേട്ടിട്ടുണ്ടാവും വിള ഇൻഷുറൻസ് കാർഡ് എന്ന് കേട്ടിട്ടുണ്ടാവും. കർഷകർക്ക് അവരുടെ ക്രോപ്പ് ഫെയിലിയർ, എന്തെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് വഴി ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തുന്ന ഇൻഷുറൻസ് കവർ പ്രൊവൈഡ് ചെയ്യുന്ന കാർഡാണ് രാഷ്ട്രീയ കൃഷി ബീമാ യോജന. ഇതും കൊണ്ടുവന്നിരിക്കുന്നത് നബാർഡാണ്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ കൃഷി ബീമാ യോജന പ്രകാരമുള്ള കാർഡിൻ്റെ ആ ഒരു ഗുണഭോക്താവ് ആരാണ്, എന്താണ് അതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവറേജ്, ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുക എന്നുള്ളതാണ്. ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അതുവഴി എന്ത് കിട്ടും, ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നു. ഓക്കെ, സാമ്പത്തികമായിട്ട് എന്താണ് ഒരു ബാക്കപ്പ് കിട്ടുന്നു. ഓക്കെ, ടു ഫാർമേഴ്സ്, ആർക്കാണ് ലഭിക്കുന്നത്, കൃഷിക്കാർക്കാണ് ലഭിക്കുന്നത്. ഓക്കെ ആണ്, കൃഷിക്കാർക്കാണ് ലഭിക്കുന്നത്. ഇൻ ദ ഇവന്റ് ഓഫ് ഫെയിലിയർ ഓഫ് ക്രോപ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, ഡ്രോട്ട് എക്സെട്ര. അതായത് വരൾച്ച മൂലമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം മൂലമോ ഒക്കെ വിളനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിളയ്ക്ക് ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കിക്കൊണ്ട് അവരുടെ നഷ്ടത്തെ നികത്തുന്ന ഒരു പരിപാടിയാണെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കൃഷി ബീമാ യോജനയിലൂടെയുള്ള വിള ഇൻഷുറൻസ് കാർഡ് വഴി നബാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ആരുടെ തന്നെയാണ്, ഈ നബാർഡിൻ്റെ തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നബാർഡിൻ്റെ ഫംഗ്ഷൻസ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫംഗ്ഷൻസ് ആണ് നബാർഡിനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫംഗ്ഷൻ, രണ്ടാമത് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ്, മൂന്നാമത് റെഗുലേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫംഗ്ഷൻ. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആർക്കുണ്ട്, നബാർഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫംഗ്ഷൻ വായ്പാ പ്രവർത്തനങ്ങൾ, 2 ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻസ് വികസന പ്രവർത്തനങ്ങൾ, 3 എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി ഫംഗ്ഷൻസ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൂപ്പർവൈസറി ഫംഗ്ഷൻ. അങ്ങനെ 3 തരത്തിലുള്ള ഫംഗ്ഷൻ ആര് പെർഫോം ചെയ്യുന്നു, നബാർഡ് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആരെക്കുറിച്ച് പഠിക്കാം, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫംഗ്ഷനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഫംഗ്ഷനകത്ത്, ക്രെഡിറ്റ് ഫംഗ്ഷനകത്ത് വരുന്നത്? ഇവിടെ വരുന്ന വെച്ചാൽ ലോൺസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, RRBs റീജിയണൽ റൂറൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, SCRDB ഇവർക്കൊക്കെ എന്ത് കൊടുക്കുക, ലോൺസ് കൊടുക്കുക. എങ്ങനെയുള്ള ലോൺസ്, ST, MT, LT എന്താണ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോണുകൾ എന്തായിട്ട് റീഫിനാൻസ് ഫെസിലിറ്റി വഴി ഈ ആൾക്കാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക്, റീജിയണൽ റൂറൽ ബാങ്കുകൾക്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഇവരൊക്കെ എവിടെ പ്രവർത്തിക്കുകയാണ്, റൂറൽ ഏരിയയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാണ്, റീഫിനാൻസ് ഫെസിലിറ്റി വഴി ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഷോർട്ട് ടൈം ലോണിൻ്റെ കാലാവധി എത്രയാണ്, നമ്മൾ 2 തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലയിടത്ത് 18 മാസം എന്ന് കാണുന്നുണ്ടാവും, ചിലയിടത്ത് 15 മാസം എന്ന് കാണുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ RRBs അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇവരൊക്കെ കൊടുക്കുന്ന വായ്പ എന്ന് പറഞ്ഞാൽ 15 മാസത്തേക്കുള്ള ഷോർട്ട് ടൈം ലോണുകളാണ് കൊടുക്കുന്നത്. പക്ഷേ റീഫിനാൻസ് ഫെസിലിറ്റി വഴി നബാർഡ് ഈ ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര മാസത്തേക്കാണ്, 18 മാസത്തേക്കാണ്. എത്ര മാസത്തേക്കാണ്, 18 മാസത്തേക്കാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ, അതാണ് ഈ 18ഉം 15. അപ്പോൾ ഷോർട്ട് ടൈം ലോണിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കുകൾ കൊടുക്കുന്ന എത്രയാണ്, 15 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഷോർട്ട് ടൈം ലോണിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 15 മാസമാണ് മാക്സിമം എന്ന് പറയുന്നത്. എന്നാൽ റീഫിനാൻസ് ഫെസിലിറ്റി പ്രകാരം നബാർഡ് ഈ ബാങ്കുകൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എത്ര മാസത്തേക്കാണ്, 18 മാസത്തേക്കാണ്. അതാണ് ഈ 18 വന്നേക്കുന്നത്. 15 വന്നേക്കുന്നത് ബാങ്കുകളാണ് എന്നുള്ളത്. ബാങ്കുകൾ ഇൻഡിവിജ്വലിന് കൊടുക്കുന്നത് 15 മാസത്തേക്ക് ഷോർട്ട് ടൈം ലോണ്. ഈ നബാർഡ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന റീഫിനാൻസ് ഫെസിലിറ്റി പ്രകാരം 18 മാസമാണ് ഷോർട്ട് ടൈം ലോണിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കേ, ഇറ്റ് മേക്സ് ലിങ്കേജ് ബിറ്റ്വീൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് ബാങ്ക്സ് which are organized as voluntary agencies for poor and needy in rural areas. ഈ നബാർഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. എന്താണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. നമുക്കറിയാം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ എന്നൊക്കെ പറയും. ഇതൊക്കെ 1992 നബാർഡ് കൊണ്ടുവന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം നബാർഡ് കൊണ്ടുവന്നത് 1992. ഓക്കെ, അതിനു മുമ്പ് SHG ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താ, പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ SHG എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണല്ലോ, ഗവൺമെൻറ് അല്ല ഇത് രൂപീകരിക്കുന്നത്, വ്യക്തികൾ സ്വയമായിട്ട് ചേർന്ന് അവരുടെ കൂട്ടായ്മയിൽ രൂപീകരിക്കുന്നതാണ് SHG എന്ന് പറയുന്നത്. ഇത് പ്രകാരം അവിടെ ക്രെഡിറ്റ് നീഡ്സ് ആണ് ഫുൾഫിൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഫണ്ട് റേസ് ചെയ്യുക, അത് വായ്പയായിട്ട് കൊടുക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വായ്പ, അതിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു മെമ്പർക്ക് വായ്പയായിട്ട് കൊടുക്കുക. ഇതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഫണ്ട് ഇവരെല്ലാം കൂടെ റേസ് ചെയ്തെടുക്കും. എന്നിട്ടെന്താ, ഏതെങ്കിലും ഒരു മെമ്പർക്ക് ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു മെമ്പർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി ക്രെഡിറ്റ് നീഡ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അയാൾക്ക് വായ്പയായിട്ട് കൊടുക്കുന്നു. അങ്ങനെ സ്വയം സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ 1992 നബാർഡ് കൊണ്ടുവരുന്നത്. എന്ന് പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാമാണ് 1992 നബാർഡ് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് SHG ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോരായ്മ, ഒരു പ്രവർത്തന പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവർത്തിച്ചിരുന്നു, പക്ഷേ അത് അവർക്കെല്ലാം വേണ്ട, കാരണം ആ വ്യക്തികളല്ലേ ഉള്ളത്, അവർ റൈസ് എടുക്കുന്ന ഫണ്ടിന് ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ ആ പരിമിതിയാണ് അവരുടെ പ്രശ്നം അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് 1991 നമ്മുടെ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നപ്പോൾ, ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നപ്പോൾ RBI ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകൾക്കെല്ലാം ഒരു നിർദ്ദേശം കൊടുത്തു, നിങ്ങളെല്ലാവരും SHGയെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുക. അങ്ങനെ അവർക്ക് വേണ്ട ആ ഫണ്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അവർക്കുണ്ടാകുന്ന ഫണ്ടിൻ്റെ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും റൂറൽ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം റൂറൽ ഏരിയയിലാണ് ദരിദ്രരുള്ളത്, ഇവരെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, SHG വഴി പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് ആരെ ഏറ്റെടുത്തു? നബാർഡ് ഏറ്റെടുത്തു. ഗ്രാമീണ മേഖല എന്ന് പറയുന്ന ആ ഒരു വീക്ഷണം വരുന്നതുകൊണ്ട് ഇത് ആരെ ഏറ്റെടുക്കുന്നു? നബാർഡ് ഏറ്റെടുത്തു. അങ്ങനെ SHGയെ നബാർഡ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നബാർഡ് എന്ത് ചെയ്തു? നബാർഡിൻ്റെ ഒരു സൂപ്പർവിഷനിൽ എന്ത് ചെയ്യുന്നു? ഈ SHGയെ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം ഉണ്ടാക്കി. അപ്പോൾ ഇറ്റ് മേക്സ്, നബാർഡ് മേക്ക് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. എന്താണ് ആ ലിങ്കേജ് ബിറ്റ്വീൻ, മനസ്സിലായോ? കണക്ഷൻ ഉണ്ടാക്കുന്നു. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആൻഡ് ബാങ്ക്സ്, ബാങ്കുകളും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും തമ്മിൽ എന്തുണ്ടാക്കുന്നു? ലിങ്കേജ് ഉണ്ടാക്കുന്നു. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ഓർഗനൈസ്ഡ് ആസ് വോളണ്ടറി ഏജൻസീസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വോളണ്ടറി ഏജൻസിയാണ്, ഗവൺമെന്റിന്റെ ഇടപെടലൊന്നുമില്ല. അതാണ് പറഞ്ഞ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇത് വോളണ്ടറി ഏജൻസി ആയിട്ട് ഫോർ പുവർ, ആർക്ക് വേണ്ടി? പുവർ ആൻഡ് നീഡി ഇൻ റൂറൽ ഏരിയ. ഈ റൂറൽ ഏരിയ, ഗ്രാമീണ മേഖലയിലുള്ള ദരിദ്രരായിട്ടുള്ള സാമ്പത്തികത്തിന് ആവശ്യമായിട്ടുള്ള, വായ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവർ സ്വമേധയാ രൂപീകരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് SHG. ആ SHGയെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം. ഇത് 1992 നബാർഡാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ പശ്ചാത്തലം 1991 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി നബാർഡ് എന്ത് ചെയ്യുന്നു? റീഫിനാൻസ് ചെയ്യുന്നു ഷോർട്ട് ടൈം ലോൺസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻലി SCB ആൻഡ് RRB. അത് നമ്മൾ പഠിച്ചാണ്. റീഫിനാൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ RRBസിനും SCBനും ഷോർട്ട് ടൈം ലോണുകൾ റീഫിനാൻസ് ചെയ്യുന്നത് ആരാണ്? നബാർഡാണ്. ഷോർട്ട് ടൈം ലോണുകൾ മാത്രമല്ല, ലോങ് ടൈം ലോണും മീഡിയം ടൈം ലോണും ഇതെല്ലാം റീഫിനാൻസ് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്തെന്താണ്? ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് എന്താണ് ആവാസ് യോജന എന്ന് പറഞ്ഞാൽ? വീട് അല്ലെ, ഈ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി. നമ്മുടെ കേരളത്തിലുണ്ട് ലൈഫ് പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്നത്, PMAYG എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ നബാർഡാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. താങ്ക് യു.